യെസ്, ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. എങ്ങനെ പുതിയ തലമുറ ഈ കേസിലെ വിധിയോട്, ഒരുപക്ഷെ ഈ കേസ് തുടങ്ങുന്ന സമയത്ത് തീരെ കുട്ടികളായിരുന്ന ആളുകൾ പോലും ഇപ്പം മുതിർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം കാണാം. that everyone know there are a lot of evidences, photo evidence ഉണ്ട്, കുറേ എവിഡൻസ് ഉണ്ട്. എന്നിട്ടും ആ ഒരു ഇത്രയും പ്രൊളിഫിക് ആയിട്ടുള്ളൊരു കേസിലെ പ്രതിനെ വെറുതെ വിടുന്നത് ആക്ച്വലി എ ബാഡ് തിങ്. അത് കൂടുതൽ വിക്ടിംസിന് മുന്നോട്ട് വരാൻ അത് സഹായിക്കത്തില്ല. കുറേ നാളുള്ള അതിൻ്റെ ആ ഒരു കേസിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീ പ്ലാൻഡ് ആണ്. ലൈക്ക് ഹീസ് ഗോയിങ് ടു ബി ഫ്രീ. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സത്യം എന്താണെന്ന്, ഒരുവിധം എല്ലാവർക്കും അറിയാമെങ്കിലും ഇനി കുറേ പേര് ലൈക്ക് കുറ്റം ചെയ്യാതെ ഒരുപാട് ഇയാളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള ആ ഒരു ടോക്ക്, പിന്നെ ജനപ്രിയ നായകൻ തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു സംസാരമൊക്കെ വരും. ഭയങ്കര ഷോക്കിംഗ് ഒന്നുമല്ല. ബിക്കോസ് ഒരു കേസും നമ്മളങ്ങനെ വിചാരിക്കുന്ന ഒരു എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നീതിയൊന്നും അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. പക്ഷേ ഈ കേസിൻ്റെയൊക്കെ തുടക്കത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ആളുകളുടെ എണ്ണത്തിലേക്ക് പുതിയ തലമുറ കൂടി കടന്നു വന്നപ്പോഴാണ് ആ വേട്ടയാടലിൻ്റെ സ്വഭാവം ഒന്ന് മയപ്പെട്ടത്. കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അതിജീവിതയ്ക്കൊപ്പം നിൽക്കണമെന്ന് ബോധ്യമുള്ളൊരു തലമുറ കൂടി സജീവമായ കാലത്താണ് ആൾക്കൂട്ടാക്രമണങ്ങൾക്ക് ഒരു പരിധിവരെ കുറവുണ്ടായത്.